എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് തുടക്കം. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ യാത്രയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവരങ്ങളുമായി ദീപ്തി ഗോപകുമാർ ചേരുന്നു. ദീപ്തി, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് തുടക്കമായിട്ടുണ്ട്. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായിട്ടൊക്കെയാണ് നിർവഹിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അതുതന്നെയാണ്. മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് എന്ന് അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ് ഇന്നു മുതൽ ഓടിത്തുടങ്ങുന്നത്. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് ഈ ട്രെയിൻ ഓടിത്തുടങ്ങുന്നത്. എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ബംഗളൂരു അങ്ങനെ സ്റ്റേഷനിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. നമുക്കറിയാം, ബംഗളൂരുവിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികളടക്കം ബംഗളൂരുവിൽ ജോലിക്ക് ആവശ്യത്തിനാണ്. അതുപോലെ തന്നെ ബംഗളൂരിലുള്ളവർ എറണാകുളത്തും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നേരം ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം ഈ യാത്രാ ദുരിതം തന്നെയാണ് നേരിടുന്നത്. ഇപ്പോൾ അതിനൊരു അറുതി വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ അതിന് ഒരു 9 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കും തിരിച്ചും എത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓൺലൈനായിട്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. 11-ാം തീയതി മുതലാണ് ഈ ഒരു ട്രെയിൻ സാധാരണ നിലയിൽ ഓടിത്തുടങ്ങുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ ഇതിൻ്റെ ബുക്കിംഗ് അടക്കം ആരംഭിക്കും. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് അടക്കം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ആകെ 11 സ്റ്റേഷനുകളാണ് ഈ വന്ദേ ഭാരത് നിർത്തുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന രീതിയിലാണ് ട്രെയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. 9 മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് 2:30 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് 11 മണിക്ക് ബംഗളൂരിലെത്തുന്ന രീതിയിലാണ് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു ക്രമീകരണം, ഈ ഒരു സമയ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ മലയാളികൾ കാത്തിരുന്ന ഒരു നിമിഷത്തിന് തന്നെയാണ് ഇന്ന് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് പറയാം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ ഇന്നു മുതൽ 11-ാം തീയതി മുതൽ സാധാരണ നിലയിൽ ഓടിത്തുടങ്ങും. ഇന്നു മുതൽ എറണാകുളം വന്ദേ ഭാരത് കേരളത്തിൽ അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഇന്നു മുതൽ ഓടിത്തുടങ്ങും എന്ന സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അരുണിമ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ദീപ്തിയാണ്.